ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കണ്ണൻ. ഇന്നത്തെ പരിപാടി ഞാൻ ഈ വീട് മൊത്തമാക്കിയിരിക്കുന്നത്. അതാണ് മെയിൻ പരിപാടി. ഈ വീട് വർത്തമാനം കുറവും പ്രവൃത്തിയാവും കൂടുതൽ. എൻ്റെ ആദ്യത്തെ പരിപാടി എന്നറിയോ? എൻ്റെ ആദ്യത്തെ പരിപാടി സ്റ്റെപ്പ് ഉണ്ടാക്കുക. അതിന് മുന്നേ MLG ഫെയിൽ. അപ്പോൾ എൻ്റെ പ്ലാൻ ഇതാ, ഒരു മിനിറ്റ് ബ്രൈറ്റ്നസ് കൂട്ടട്ടെ. അതായത് ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് വരുന്നതാണ് എൻ്റെ പ്ലാന്. അത് ഞാൻ സ്റ്റെപ്പ് ഇങ്ങനത്തെ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് വരാമെന്ന് എൻ്റെ പ്ലാന്. അത് വെച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പ്ലാനിന് ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ സ്റ്റെപ്പ് വയ്ക്കുന്നില്ല, അതിന് പകരം ഞാൻ ലാഡർ ഉണ്ടാക്കട്ടെ. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കി ഇനി ലാഡർ ഉണ്ടാക്കി. ഞാൻ സ്റ്റെപ്പ് വയ്ക്കുന്നില്ല. സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ കുറേ സ്പേസ് അവിടെ നിന്ന് പോവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നമുക്ക് ലാഡർ വയ്ക്കാമെന്നാണ് ബെസ്റ്റ് പ്ലാൻ. ലാഡർ ഞാൻ ഇവിടെ വയ്ക്കാം. എനിക്ക് മോൾക്ക് ഈസി ആക്സസ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത പരിപാടി ഇവിടെ ഒന്ന് കവർ ചെയ്യണം. അതിന് എനിക്ക് ബെർച്ച് ലോഗ് വേണം. എൻ്റെ ഇപ്പോൾ ബെർച്ച് ഒന്നുമില്ല. സ്പ്രൂസ് വെക്കണം. സ്പ്രൂസ് വേണ്ട, ബെർച്ചിനെ കളക്ട് ചെയ്യാം. ആവശ്യമില്ല ബ്രിഡ്ജൊക്കെ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കത് കൊണ്ടുപോയി വെക്കാൻ തുടങ്ങാം. ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മോളിക്ക് നിന്നിട്ട് ലാഡർ ചെയ്യണം. അധികം കുറേ സ്ഥലമുണ്ട്. ഞാൻ പകുതിയല്ല, കുറച്ച് മാത്രം പ്ലാങ്ക് ആക്കട്ടെ. സ്ഥലമില്ലല്ലോ, ഈ സ്റ്റിക്കാണ് പോകുന്നത്. ഒരു 7 എണ്ണം നമുക്ക് പ്ലാങ്ക് ആക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ച് പോവാം. ഇത് നമ്മളിങ്ങനെ വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രിപ്പ് ചെയ്ത് വെക്കണം. ഇങ്ങോട്ട് വാങ്ങിട് തന്നെ ഇതിങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ വെക്കുക. ഇത് മൊത്തം തികയോ അത് നമുക്ക് വെക്കാം. എന്നിട്ട് എന്താ പറയുക, പ്ലാങ്ക് വെക്കാം. അപ്പം ഞാൻ അത് വെക്കട്ടെ. അതിന് സ്ട്രിപ്പ് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണേ. അങ്ങനെ അതും കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് പൊട്ടിച്ചെടുക്കുക. ഞാൻ ഇവിടെ പെയിൽ വുഡാണ് വെച്ചത്. എനിക്ക് നല്ലൊരു പ്ലാനുണ്ട്. നമുക്ക് വിൻഡോസിൻ്റെ അവിടെ നമ്മുടെ ബെർച്ചിൻ്റെ സ്റ്റെയർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ജനല വരണ്ടൊക്കെ ഞാൻ മുറിച്ചെടുക്കട്ടെ. ഇത് ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ജനല വയ്ക്കാം. ഇങ്ങോട്ട് വാ, പൊടിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ജനല ആയി ഞാൻ പോയിട്ട് കുഴപ്പമില്ല, ഇവിടെ വൃത്തിയിടുന്നാവില്ല. ഇനി ഇവിടെ കുറച്ച് വെക്കണമല്ലോ. വേണ്ടത് കറക്റ്റാണ്. ഞാൻ ഉണ്ടാക്കട്ടെ. ഒരു ബ്രിഡ്ജ് സ്റ്റെയേഴ്സ്, അത് ബ്രിഡ്ജിലോ ഇന്ന് കുറച്ച് സ്റ്റെയേഴ്സ് ഉണ്ടാക്കട്ടെ. 1 2 3. ഓക്കെ, ഇത്ര മതിയാവും. 12 മതിയാവും. ഇനി നമുക്ക് മുകളിൽ കൊണ്ടുപോയിക്കട്ടെ. ഇനി ജനല വരുന്ന സ്ഥലത്തൊക്കെ എനിക്ക് ഷോർട്ട് കട്ട് എടുക്കാം, വെറുതെ പോകണ്ടല്ലോ. ഇനി ഇത് ഇങ്ങനെ വയ്ക്കുക. ജനല വയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിങ്ങനെ വയ്ക്കുക. നല്ല ഭംഗിയത് കാണാൻ. ഇനി ഇതിങ്ങനെ. അപ്പം ഞാൻ എല്ലായിടത്തും വയ്ക്കട്ടെ. അതൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിന് മുകളിൽ കവർ ചെയ്യണം. അതിനായിട്ട് ഈ സ്പ്രൂസ് മൊത്തം പ്ലാങ്ക് ആകട്ടെ. സ്പ്രൂസിന് പകുതി എടുക്കാം. ഓക്കെ, മൊത്തം പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ മുകളിൽ കൂടെ ജനലയുടെ മുകളിൽ മാത്രം നമ്മൾ മാറ്റണം. ഇതിങ്ങനെ വരിക. ഇനി ഇവിടെ ഞാൻ ജനല വെക്കുന്നില്ല. ഇവിടെ ഈ ചെസ്റ്റൊക്കെ വയ്ക്കാനാണ് പ്ലാൻ എൻ്റെ. അത് എന്താകുമ്പോൾ നോക്കാം നമുക്ക്. ഇനി ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇവിടെ നമുക്ക് ഒരു വിൻഡോ വെച്ചിട്ട് അതിന് മുകളിൽ വയ്ക്കാം. അപ്പം ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആരപ്പത്? ഹലോ സോംബിക്കുട്ട, സുഖല്ലേ? മര്യാദയ്ക്കൊന്ന് ബിൽഡിങ് വെച്ച് സമ്മതിക്കില്ല അല്ലേ? ഓടാർന്നു ഓട്. എൻ്റെ സോടും പൊട്ടി. പിക്കാക്സ് അടി. 6 പറഞ്ഞ നല്ല കുട്ടി. ഇവന്മാരിത് ഏത് കൂടി വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ കേവ് ഉള്ളതൊക്കെ ഇവിടെയാണ്. ഇവിടുത്തെ കേവൊക്കെ ഉള്ളത്. ഇവന്മാർ ഇതിനുള്ള ചാടി വരണ്ട. മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ബേസിൻ്റെ പണി ഇത്ര ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി മൊത്തം ആക്കിയിട്ട് ഒന്നും കൂടി കാണാം. ഞാനത് കംപ്ലീറ്റ് ആക്കി. ഇനി ഇവിടെ ഈ കോബിൾ സ്റ്റോൺ സ്റ്റേഴ്സ് വെക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ആർച്ച് ഷേപ്പ് ഉണ്ടാക്കി എടുക്കണം. അത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. അപ്പം ഞാൻ അത് ഉണ്ടാക്കുന്നത് നിങ്ങൾ ടൈം ലാപ്സ് കണ്ടിട്ട് വാ.
കാണണം. അത് ഞാൻ കംപ്ലീറ്റ് ആക്കി. ക്ലച്ച് അതും ഫെയിലായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രെയിം വീടിൻ്റെ. ഇനി മെയിൻ പരിപാടി വുഡ് വെച്ച് ഇത് മൊത്തം കവർ ചെയ്യണം, റൂഫ് ടോപ്പൊക്കെ. ഇനി 1 മണിക്കൂർ കൂടി. ഇപ്പം തന്നെ അരമണിക്കൂറായി ഇപ്പം എന്നെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അതിൽ പരിപാടി നോക്കട്ടെ. സോ ഇങ്ങോട്ട് വാങ്ങട്. സോ ഞാൻ അതിനായിട്ട് എൻ്റെ സ്പ്രൂസ് വല്ല വളർന്നുണ്ടോ അവിടെ? ഇല്ല, ഒന്നും വളർന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇപ്പോൾ ബേസിൽ പോയിട്ട് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഈ റൂഫ് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് ഓക്കും സ്പ്രൂസും മിക്സ് കഴിക്കാനാണ്, വെക്കാനാണ് എൻ്റെ പ്ലാനേ. ഞാനിപ്പോൾ വിശന്ന് ചാവും. അയ്യോ, എൻ്റെ ഫുഡ് 25 ക്യാരറ്റ് ഉണ്ട്, പക്ഷെ കാര്യമില്ല, എനിക്ക് നല്ല വിശപ്പാണ്. പിന്നെ ഗൈസ് ഞാൻ ഇവിടെ വീറ്റും ആഡ് ചെയ്തു ബാക്ക്ഗ്രൗണ്ടിൽ. ഇതിങ്ങോട്ട് വാ. ഇതിങ്ങോട്ട് വാ അങ്ങോട്ട്. ഇപ്പം എന്നെ വിശന്ന് ചാവും. ഇപ്പം തന്നെ 32 ക്യാരറ്റ് ആയി ഇവിടെ നിന്ന്. ഇങ്ങോട്ട് വാ. കമോൺ. ഓക്കെ. ഇനി ഇനി കുറച്ചൊക്കെ കഴിക്കണം. എല്ലാം ഒന്ന് പറക്കട്ടെ കേട്ടോ, എന്നിട്ടല്ല ഞാൻ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ. അതെനിക്ക് ഒരു സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി കഴിക്കട്ടെ. ഇത്ര വിശന്ന് ചാവായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ക്യാരറ്റ് ഫാം ഉണ്ടാക്കിയത് വെറുതെ ഇല്ലാന്ന്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യും? 25 ക്യാരറ്റ് ഒന്നും എനിക്ക് പോരാ. ഞാൻ ഇപ്പോൾ പിന്നെ തിന്ന് തീർക്കുന്നതല്ല. അപ്പോൾ ഇനി പോയിട്ട് ഞാനേ അത് ബില്ല് തുടങ്ങണം കേട്ടോ. സോ അതിൻ്റെ ചെറിയ ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ട് പോവാ. ടൈം ലാപ്സ് ഇപ്പോൾ വരും. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ എൻ്റെ ഫസ്റ്റ് വീഡിയോക്ക് കുറേ ആൾക്കാർ കമൻറ്റ് ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡർ പാക്കൊക്കെ ഏതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് BV ഷെയ്ഡേഴ്സാണ്. നമ്മുടെ ആഡൺസ് ഫോർ മൈൻക്രാഫ്റ്റ് പണ്ട് പ്ലേ സ്റ്റോറിന് എളുപ്പത്തിൽ കിട്ടുന്നൊരു ഷെയ്ഡേഴ്സാണ്. പക്ഷേ അത് ചില ആൾക്കാർക്ക് വർക്കാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് കാര്യം ബ്രോ, നിങ്ങളുടെ വേൾഡ് സെറ്റിങ്സ് അല്ല, നിങ്ങൾ നമ്മുടെ എന്താ പറയുക ഹോം സ്ക്രീനിൽ മൈൻക്രാഫ്റ്റ് എഴുതി കാണിക്കുന്ന സ്ക്രീനിൻ്റെ അവിടെ സെറ്റിങ്സ് ഇല്ലേ, അതിൽ പോയിട്ട് ഓണാക്കണ ഷെയ്ഡേഴ്സ്, എന്നാൽ അത് കൃത്യമായിട്ട് വർക്കാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ടായിരുന്നു, പക്ഷെ അവർക്ക് കിട്ടിയില്ല പറഞ്ഞു. ബ്രോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ. കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് മൈൻക്രാഫ്റ്റ് ചെയ്ത് ഹോം സ്ക്രീനിൽ പോയിട്ട് അവിടെ വെച്ച് നിങ്ങൾ ഓണാക്കണത്, എന്നാലേ അത് വർക്കാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ വന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾ കാണുന്നതിൽ 97% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാറില്ല കേട്ടോ. 97% ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. സോ പ്ലീസ് അത് മറക്കരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, എന്നാലേ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് എന്നെ തളർത്തരുത് എന്നൊക്കെ പറയും ഞാൻ. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ എൻ്റെ ജോക്കൊക്കെ കേൾക്കാറുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ടൈം ലാപ്സ് കൊണ്ടിട്ട് വാ. അങ്ങനെ റൂഫ് വെക്കലും കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഗ്ലാസ്സാണ്. ഇനി എല്ലായിടത്തും ഗ്ലാസ് വെക്കണം. സോ ഇതിനെക്കുറിച്ച് സാൻഡ് മൈനിങ് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നേരെ പോകണമെങ്കിൽ ഒരു ലേക്കാ റിവർ എന്തോ ഉണ്ട്. സോ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അവസാനം കിട്ടി. എത്ര നേരം കൊണ്ട് അന്വേഷിക്കുന്നറിയോ ഗൈസ്. ഞാൻ പറഞ്ഞ വഴിയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വലിയ മഞ്ഞമല കയറി. എന്നിട്ട് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് സാധനം കിട്ടിയത്. എന്തോരം ദൂരം അന്വേഷിക്കുന്നറിയോ. ഞാൻ എന്നിട്ട് മറ്റേ ഫോറസ്റ്റ് കണ്ടുപിടിച്ചു, പക്ഷെ ഒറ്റ റിവറും ഇല്ല, ലേക്കും ഇല്ല, സാൻഡിൽ പൊടി പോലും കാണാനില്ല. ഇനി അവസാനം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. ഇനി ഇത് കളക്ട് ചെയ്യട്ടെ, എന്നിട്ട് ബേസിക് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ് മഞ്ഞുമല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്നൊക്കെ കയറി വന്നിട്ടാണ് അങ്ങോട്ട് എത്തിയത്. ഇവിടുന്ന് ക്ലച്ച് ചെയ്തല്ല, ക്ലച്ച് ചെയ്തു. അടിപൊളി. എൻ്റെ അമ്മേ, ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചപ്പോഴേക്ക് ഇവിടെ സുനാമി ആയി ഗൈസ്. എനിക്കെന്താ, ഞാൻ പോട്ടെ. സുനാമി ആയി ഇവിടെ. ഒരു ക്ലച്ചിങ് കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇനി വില്ലേജ് എത്തി.
ഇനി നേരെ ബേസിക്ക് പോയിട്ട് ഇത് സ്മെൽറ്റ് ചെയ്യണം. ഇനി വില്ലേജിൻ്റെ സൈഡൊക്കെ ആയിരുന്നില്ല, നേരെ വിട്ടാൽ മതി. ഇവിടെ ഞാൻ ഈ വില്ലേജ് ഒരു മലയുടെ എന്താ അടിവാരത്താണ്, ചുറ്റും മലകളാണ്. ഒരു സൈഡിൽ മഞ്ഞുമല, പിന്നെയും ക്ലച്ച്, വേറെ സൈഡിൽ സ്റ്റോണിൻ്റെ മല. ശരിക്കും പറഞ്ഞാൽ മലയുടെ ഒരു എന്താ പറയുക കോമ്പൗണ്ട് ഉള്ളിലാണ് ഞാൻ കൊണ്ട് ബേസിച്ചത്. നല്ലൊരു കാര്യമല്ലേ. എൻ്റെ ഫാം ഇതാക്കുന്നു. ഇനി ബേസിൽ പോയിട്ട് ഈ സാൻഡൊക്കെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യണം. എന്ത് രസം എൻ്റെ ബേസ് കാണപ്പോൾ. എങ്ങനെയുണ്ട് ഗൈസ് ഈ ബേസ്? ആൻഡ് ഇനി ഇതുവാ ഇവിടെ എനിക്ക് പകുതി, അവിടെ പകുതി ഇവിടെ. ഓക്കെ, ഇനി അതൊന്ന് സ്മെൽറ്റ് ആവട്ടെ. ഗ്ലാസ് റെഡി. ഇതൊന്ന് എടുക്കട്ടെ. ഇനി ഇതൊന്ന് ഗ്ലാസ് പെയിന് വാ. ഗ്ലാസ് പെയിൻ ഇപ്പം എന്താ കളയാ? ഈ സീഡ് കളയാം. സീഡ് ഇപ്പോൾ ഇത് വാ. ഓക്കെ, അതങ്ങനെ അത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഞാൻ ഏത് വീടാണ് എന്ത് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഗ്ലാസ് വയ്ക്കുന്നതാണ്. എന്താ പ്രത്യേക ഒരു സുഖമാണ്. ഇനി ആദ്യം ഇവിടുന്ന് 1 2 1 2. ഇനി ഇവിടുന്ന് 1 2. 1 2 അല്ലല്ലോ, അങ്ങോട്ട് പോ. എന്താ ലാഗാ വന്നേ ഗൈസ്? എൻ്റെ ഫോൺ ലാഗായി. അയ്യോ എൻ്റെ ഫോൺ ലാഗായി. അയ്യോ എൻ്റെ ഫോൺ ലാഗ് 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 ലാഗ്. ഓയ് എന്തപ്പോൾ ഇത്? ഹലോ ഹലോ ഹലോ. ഓക്കെ, എൻ്റെ ഫോൺ റെഡി. ഓ നല്ല ലാഗായിരുന്നു ഗൈസ്. അത് നെറ്റ് പോയപ്പോൾ എൻ്റെ ഫോണ് എന്താ ലാഗ് അടിച്ചു. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ വെക്കട്ടെ. വെക്കി പുറത്ത് രാത്രി പറയല്ലോ പാണ്ടാറ് എത്ര നേരമൊക്കെ ലാഗ് അടിച്ചിരുന്നു ഫോണ്. ഇനി ഇവിടുന്ന് ഓക്കെ, ആ ക്രീപ്പർ കൊണ്ടല്ലോ അവിടെ. കുഴപ്പമില്ല, പോക്കോട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇത് ബിൽഡ് ചെയ്യട്ടെ. അപ്പോൾ ഗ്ലാസ്സൊക്കെ വെക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അതും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എൻ്റെ ബേസ് എങ്ങനെയുണ്ട്? ഗ്ലാസ്സൊക്കെ വെച്ചപ്പോൾ രസമല്ലേ കാണാൻ? ആരപ്പത്? അതൊക്കെ പിന്നെ നോക്കാം. എങ്ങനെയുണ്ട് ബേസ്? എങ്ങനെയുണ്ട്? അമ്മേ കുട്ടി തോമ്പി ഓടാറുന്നു. അയ്യോ ഞാപ്പച്ചോ. ചാട്. ഓക്കെ, കൊല്ലാൻ. അവൻ ചത്തു. എന്നെ ഇത്ര ഓടിപ്പിച്ചിട്ട് ഇപ്പം എന്നെ ചത്തേനെ. എന്നെ വേൾഡ് താഴ്ത്ത മരണായനെ. അപ്പോൾ പറഞ്ഞ ബേസ് ഇപ്പം എങ്ങനെയുണ്ട്? ഗ്ലാസ്സൊക്കെ വെച്ചു. ഇനി ഞാൻ ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തോളാം കഴിച്ചു. ഇവിടെ സ്കെൽട്ടൺ ഇവിടേക്കില്ലേ ഓർഡർ അല്ല പിന്നെ ബെഡ് വാർ ദൈവം എന്ന് പറഞ്ഞാൽ ബെഡ് വാർ ദൈവം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബേസ് ഇപ്പോൾ. ആൻഡ് നമ്മുടെ സൈഡൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ വേറെ പരിപാടി ഇപ്പോഴത്തേക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ ഇൻറ്റീരിയർ വർക്ക് ചെയ്തോളാം. എന്നാൽ ഈ പൊട്ടന്മാർ എവിടെ നിന്നാണ് വരുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ. കാര്യമായിട്ട് എവിടെ നിന്ന് വരുന്നത് മനസ്സിലാവുന്നില്ല. വീട് മുകളിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കോൾ സ്റ്റോൺ എടുത്തിട്ട് നേരെ മുകളിലേക്ക് കയറട്ടെ. ഞാൻ ഇവിടെ നിന്ന് തന്നെ കയറാമല്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 ഇത് മതിയില്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ടാറ്റ ബൈ ബൈ. MLG ടൈം. ശിവനെ കാത്തോളണേ ടോങ്. ഇപ്പം സന്തോഷമായില്ലേ? അപ്പോൾ എല്ലാവരും പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വരൂ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെയും കാണാം.